അങ്ങനെ ഈ വർഷത്തെ ഇവിടുത്തെ വേനലവധിക്കാലം അങ്ങനെ ഏകദേശം കഴിയാറായി. സ്കൂളൊക്കെ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസം നാട്ടിൽ വെക്കേഷൻസ്, പച്ചപ്പും മഴയൊക്കെ കണ്ടു മനസ്സൊന്ന് കുളിർത്തു. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ സമയമായി. അങ്ങനെ വെളുപ്പാങ്കാലത്ത് തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇനി നമ്മൾ കയറിയ ഹെയർപിനെല്ലാം വീണ്ടും തിരിച്ചിറങ്ങണം. കുറേ വർഷങ്ങളായി ബാംഗ്ലൂരിൽ കുടിയേറി പാർത്ത കാരണമായിരിക്കാം പഴയ പോലെ ഒരു തല്ലിയലയും കരച്ചിലും ഒന്നും പോകുന്ന സമയത്തില്ല. വിഷമമുണ്ട്, എല്ലാവരെയും മിസ് ചെയ്യും. അങ്ങനെ വാഹനത്തിന് വേണ്ട ഇന്ധനവും ഞങ്ങൾക്ക് വേണ്ട ഇന്ധനവും ഇടയ്ക്കിടയ്ക്ക് നൽകി ശാന്തമായ ഗ്രാമപ്രദേശത്ത് നിന്നും ആകാശം മുട്ടോളം നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ട്രാഫിക്കുമുള്ള മഹാനഗരമായ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. അങ്ങനെ രാവിലെ 4 മണിക്ക് തുടങ്ങിയ യാത്ര കേരള ബോർഡറും താണ്ടി, തമിഴ്നാട് ബോർഡറും താണ്ടി, കർണാടക ബോർഡറും താണ്ടി ബാംഗ്ലൂരുള്ള നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം വൈകുന്നേരം 4 മണിയായപ്പോൾ എത്തി. ഇനി 10ാം നിലയിലുള്ള നമ്മുടെ വീട്ടിലേക്ക്. എന്താണെന്നറിയില്ല, എവിടൊക്കെ പോയാലും എത്ര നമ്മുടെ സ്വന്തം നാടും വീടും ആണെന്നൊക്കെ പറഞ്ഞാലും തിരിച്ച് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലെ ലിവിങ് റൂമും സോഫയും ഒക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനസ്സുഖമാണ്. വന്നപാടെ ഞാൻ ആദ്യം ഓടിച്ചെന്ന് നോക്കിയത് എൻ്റെ ലിവിങ് റൂമിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ജീവനോടെ ഉണ്ടോയെന്നാണ്. വലിയ തകരാറുകളൊന്നും ഇല്ലാതെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എന്നെ കണ്ട സന്തോഷം അവർക്കും, അവരെ കണ്ട സന്തോഷം എനിക്കും. ഇനിയിപ്പോൾ 2-3 ദിവസം എടുക്കുമെന്ന് സെറ്റായി വരാൻ. എങ്കിലും കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.